പ്രിയമുള്ളവരെ, ദുൽഹിജ്ജ മാസത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിനമാണ് യൗമു അറഫ, അറഫ ദിനം. നമ്മൾ പല ഖുതുബകളിലായി ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിന്റെ മഹത്വം കേട്ടിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. ആ 10 ദിവസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ് യൗമു അറഫ, അറഫ ദിനം. ദുൽഹിജ്ജ 9 അന്നാണ് അറഫ. ദുൽഹിജ്ജ 9 അന്ന് ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടും. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ ഒരുമിച്ച് കൂടലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അറഫ ദിവസത്തിന്റെ പ്രത്യേകത ബോധ്യപ്പെടാൻ ഖുർആനിലും ഹദീസിലും വന്ന ഏതാനും ചില കാര്യങ്ങൾ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ പൂർത്തിയാക്കിയത് അറഫ ദിനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ആയത്ത് ഇറങ്ങിയത് അൽ യൗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗം അറഫയാണ്. അറഫ ദിനത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകളെല്ലാം ഏകകണ്ഠേനെ പറഞ്ഞിട്ടുണ്ട്. ഇത് അറഫ ദിനത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. ദീന്റെ പൂർത്തീകരണം നടന്നത് അറഫ ദിനത്തിലാണ് എന്നത്. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിനത്തേക്കാൾ നരകത്തിൽ നിന്നും ധാരാളമായി അടിമയെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിനമില്ല എന്ന്. അറഫ ദിനത്തിന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് തന്നെ അറഫ ദിനത്തിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ആ നരകമോചനം കിട്ടുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. യൗം അറഫ ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും അടിമകളെ മോചിപ്പിക്കുന്ന ദിവസമാണ്. മൂന്നാമത്തെ കാര്യം, അറഫ ദിനത്തിന്റെ അന്ന് ഹാജിമാരല്ലാത്തവർക്ക് നോമ്പ് നോക്കിയ സുന്നത്താണ്. സിയാമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ് ഹാജിമാർക്ക് സുന്നത്തില്ല. ഹാജിമാരല്ലാത്തവർക്ക് ദുൽഹിജ്ജ 9 അന്ന് നോമ്പ് നോക്കൽ സുന്നത്താണ്. ആ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത്തല്ലതി ഖബല വസ്സനത്തല്ലതി ബഅദ. അറഫ ദിനത്തിലെ നോമ്പിനെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന്. യൗമ അറഫ, അറഫ ദിനത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ, ദുൽഹിജ്ജ 9 അന്ന് ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ അല്ലാഹു മാപ്പാക്കും. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ചെറുപാപങ്ങളും അല്ലാഹു മാപ്പാക്കും. കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ ചെറുപാപങ്ങളാണ് അല്ലാഹു മാപ്പാക്കുക, വൻപാപം മാപ്പാക്കുകയില്ല. വൻപാപത്തിന് തൗബ ഷർത്താൻ, നിബന്ധനയാണ്. പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, വൻപാപങ്ങൾ മാപ്പാക്കപ്പെടാൻ തൗബ ഷർത്താൻ. സൽക്കർമ്മങ്ങളെ കൊണ്ട് അല്ലാഹു മാപ്പാക്കുന്ന പാപങ്ങൾ ചെറുപാപങ്ങളാണ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ മാപ്പാക്കും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പണ്ഡിതന്മാര് പറഞ്ഞത്, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന പാപങ്ങളിൽ നിന്നും അല്ലാഹു അവൻ സംരക്ഷണം നൽകും. ഇനി അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിച്ചു പോയാൽ ആ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ്. വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി കൊടുക്കുന്നത് യൗമ അറഫയിൽ നോമ്പ് നോക്കുമ്പോഴാണ്. അത് യൗമ അറഫയുടെ ശ്രേഷ്ഠതയാണ്. നാലാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും ഖൈറായ ദുആ അറഫ ദിനത്തിലെ ദുആ ആണ് എന്നാണ്. അപ്പോൾ അറഫ ദിനത്തിൽ ദുആ അധികരിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ഏറെ കൃപ കാണിക്കുന്ന, ഏറെ ഔദാര്യം കാണിക്കുന്ന ദിവസമാണ് യൗമ അറഫ. അന്ന് ദുആ അധികരിപ്പിക്കണമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള മഹത്വമുള്ള ദിനങ്ങളെ ആഗ്രഹിക്കുക. ആ ദിനങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ആ ദിനങ്ങളിൽ സന്നിഹിതരാകാൻ സാധിച്ചാൽ അതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കുക.